എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ റോസയിലൊക്കെ നല്ലവണ്ണം കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരുപാട് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജോലിത്തിരക്കൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് വളം ഇട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര എന്താ പറയുക മടിയല്ല, സമയക്കുറവ് മൂലം ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തിന് നമ്മൾ വളമൊന്നും കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ആ വളം നന്നായിട്ട് ചെടി വലിച്ചെടുത്തിട്ട് നല്ലപോലെ നമുക്ക് പുതിയ തളിർപ്പുകളും പുതിയ പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റോസയൊക്കെ നല്ലവണ്ണം ബുഷിയായിട്ട് വളരാനായിട്ടും നിറയെ ഓരോ സ്റ്റെമ്മിലും നിറയെ പൂമൊട്ടുകൾ നിറയാനായിട്ടും ഒക്കെ നല്ല നല്ല ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ജൈവവളം നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചിരുന്ന വേസ്റ്റുകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. മനോഹരമായ റോസാ ചെടിക്കൊക്കെ മനോഹരമായ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ, അതായത് വലിയ കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള വളങ്ങൾ ഇടയ്ക്ക് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് മുരടിപ്പ് കൂടുതലാണല്ലേ. അപ്പോൾ മുരടിപ്പും കാര്യം വരാതിരിക്കാനുള്ള ഒരുപാട് സൊല്യൂഷനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വളമെന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് രീതിയിലുള്ള ഒരു വളമാണ്. ഇത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ ഇത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക്, അതായത് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് സമയമില്ല, ചെടിയുടെ ചൂട്ടിലൊക്കെ വളം ഇട്ട് കൊടുക്കാൻ സമയമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചൊരു 2-3 മാസത്തിന് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത്രയ്ക്ക് നല്ലൊരു വളമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ കുപ്പി വേണം. കുപ്പിയുടെ ഭാഗം ഒന്ന് ചൂട് ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്യാതെ വിട്ടുപോകാത്തിൽ നിന്ന് മുറിച്ചെടുക്കുക കേട്ടോ. മുറിച്ചെടുക്കുകയല്ല, വിട്ടുപോകാത്ത ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. ഇത് താഴത്തെ അടപ്പങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഉള്ളിത്തൊലി, സവോളത്തൊലി, മുട്ടത്തോട്. ഇപ്പോൾ അതാണ് ഞാൻ അതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. പിന്നെ പൊട്ടറ്റോടെ തൊലി ഉണ്ടെങ്കിൽ അത് വിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ചകിരിച്ചോറാണ്. ഒരു കൈപിടി ചകിരിച്ചോറ് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത്ര കുപ്പിയുടെ ആ ഒരു വിസ്താരമല്ലേ ഉള്ളൂ, അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ചകിരിച്ചോറൊക്കെ നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും നമുക്ക് ഇതുപോലെ മുട്ടത്തോടും ഉള്ളിത്തൊലിയും സവളത്തൊലിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ചാണകപ്പൊടിയാണ് കേട്ടോ. ഉണക്ക ചാണകപ്പൊടി ഉള്ളതാണ് കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ കുറച്ച്, അതായത് പെട്ടെന്ന് ഒത്തിരി അങ്ങ് ഉണങ്ങിയിട്ടില്ല, ശകലം ഇച്ചിരി നനവുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും അത് നനയും. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചാണകപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു വളമാണ്. ധാരാളം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു വളം തന്നെയാണ് ചാണകപ്പൊടി അല്ലേ. ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ട് നമ്മളിതുപോലെ ഒരു കമ്പ് കൊണ്ടോ ഒരു എന്തെങ്കിലും തടിയുടെ ഇതുകൊണ്ടോ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് അകത്തോട്ട് പ്രസ് ചെയ്ത് വെക്കുക. കുപ്പി നല്ലതായിട്ട് ഫില്ല് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ വളം ഇങ്ങനെ താന്ന് പോകും. കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വളം ഒതുങ്ങി വരും. പിന്നെ നമുക്ക് വീണ്ടും അതിലേക്ക് ഉള്ളിത്തൊലി, സവോളത്തൊലി, മുട്ടത്തോടും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. മുട്ടത്തോടൊന്ന് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് പോലെ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ചകിരിച്ചോറ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പടിപടിയായിട്ട് നമ്മൾ ഇതേ രീതിയിൽ, ഈ ഒരു വളം ഇതേ രീതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ആവശ്യമില്ലാത്ത അളിഞ്ഞ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കരുത്, ഞാൻ പറയുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് തൈര് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ തൈര് നമ്മുടെ ഈ ഒരു ഈ ഒരു വേസ്റ്റൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറാനായിട്ട് വളരെയധികം പെട്ടെന്ന് നമ്മുടെ കമ്പോസ്റ്റ് രൂപത്തിൽ പെട്ടെന്നായി കിട്ടും ഈ തൈര് ഇട്ട് കൊടുത്താൽ. അതുപോലെ തന്നെ തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തൈര്. ഇനി അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ചകിരിച്ചോറ്, അപ്പോൾ കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ട് കൊടുക്കണം കേട്ടോ. അമങ്ങി വെക്കണം. എന്നിട്ട് വീണ്ടും കുറച്ച് ചകിരിച്ചോറ്, ലാസ്റ്റ് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചെടിച്ചട്ടി എടുക്കുക. നിങ്ങൾക്ക് എത്ര ചെടിച്ചട്ടിക്ക് വേണമെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള എത്ര ചെടിച്ചട്ടിക്ക്, അതായത് ഇത് പൂച്ചെടികൾക്കും റോസകൾക്കും മാത്രമല്ല പച്ചക്കറി തൈകൾക്കും വെച്ച് കൊടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ചുവട്ടിലൊക്കെയും ഇതുപോലെ ചെടിച്ചട്ടിയിൽ നടുന്ന കറിവേപ്പൊക്കെ ആണെങ്കിലും വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ തന്നെയും കറിവേപ്പിൻ്റെ നിലത്ത് വെച്ചേക്കുന്ന ചെടികൾക്കും വെച്ച് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ ചട്ടികളിലാണല്ലോ നമുക്ക് ധാരാളം വളങ്ങൾ വേണ്ടത്. അതിനാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ചട്ടിക്കകത്ത് വെക്കുന്ന ചെടികൾക്ക്
നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. ഇനി നമുക്ക് അതിനെ ചെടിച്ചട്ടിക്ക് അതൊരു കുഴി പോലെ ഉണ്ട്. അതായത് നമുക്ക് പ്രസ് ചെയ്ത് വെക്കണമല്ലോ. കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതിയിൽ നമ്മളിതുപോലെ പ്രസ് ചെയ്ത് വെക്കണം. വെച്ചതിന് ശേഷം നമുക്ക് കുപ്പി തുറന്നതിന് ശേഷം കുറച്ച് വെള്ളം കുറേശ്ശെയായിട്ട് നല്ലപോലെ ഇതെല്ലാം നനയത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. നല്ല കുതിർന്ന് വരണം. അതിനകത്തെ ആ ഒരു നമ്മൾ ഇട്ടേക്കുന്ന വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കും. നനച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നനച്ചു കൊടുക്കും. അപ്പോൾ അങ്ങ് ഇറങ്ങി പൊക്കോളും. അങ്ങനെ ഇങ്ങനെ നനച്ചിട്ട് നമുക്ക് ഈ കുപ്പി അങ്ങ് അടച്ചു വെക്കാം. പിന്നെ നമുക്കൊരു 3 ദിവസത്തേന് ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അങ്ങ് അടച്ചു വെക്കുക. അതുപോലെ തന്നെ ഇത് വെച്ചെന്നും പറഞ്ഞ് റോസൊക്കെ വെള്ളം കൊടുക്കാതിരിക്കരുത്. റോസ എന്നും നനയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ നനയ്ക്കുക. കുപ്പിക്കകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിപ്പോൾ നനച്ചു. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ തുറന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം. അങ്ങനെ ഇതുപോലെ 3 ദിവസം കൂടുമ്പോൾ കുപ്പി തുറന്ന് നനച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കുറേശ്ശെ വളം നമ്മുടെ ചെടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ഓവർ വളമില്ലാതെ കുറേശ്ശെ വളം നമ്മുടെ ചെടി വലിച്ചെടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും, നല്ല ബുഷിയായിട്ട് വളരും. അതുപോലെ തന്നെ നിറയെ തളർപ്പുകളും പൂമൊട്ടുകളും നിറയും. നല്ലവണ്ണം കട്ടകുത്തി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം സമയമില്ലാത്തവർക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറും ഈ കുപ്പിക്കകത്ത്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വീണ്ടും നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണൊക്കെ നിളക്കിയതിന് ശേഷം ഈ ഒരു നമ്മുടെ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇരുന്ന് തന്നെ നല്ല കമ്പോസ്റ്റായിട്ട് മാറിക്കിട്ടും. നല്ലപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.